നമസ്കാരം. ന്യൂസ് എറ്റ് ഹൗസിൻ്റെ പുതിയ ചാനൽ ബാൽക്കണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചിത്രം കണ്ടാൽ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇത് കേട്ടാലെങ്കിലും അറിയും. ശരപഞ്ചരത്തിൽ ജയൻ കുതിരയെ മസാജ് ചെയ്യുന്ന രംഗമാണ്. ചന്ദ്രശേഖരൻ എന്ന ജയൻ്റെ കഥാപാത്രം കുതിര മസാജിങ് നടത്തുമ്പോൾ അടുത്തുള്ള ജോലിക്കാരിയും കുട്ടിയും ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ രംഗം ഇങ്ങനെ വളരും, ജയനും വളരും. ഒടുവിൽ ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് അത് നോക്കി നിൽക്കുന്ന സുധാമണി എന്ന കഥാപാത്രത്തിൻ്റെ, ഷീലയുടെ കഥാപാത്രത്തിൻ്റെ കാഴ്ച കൂടിയുണ്ട്. ഈ രംഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ശരപഞ്ചരത്തിൻ്റെ സംവിധായകൻ ഹരിഹരൻ ഈ രംഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോടും സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ജയൻ സിനിമകളെ കാര്യമായി കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ശരപഞ്ചരവും ചന്ദ്രശേഖരനും മറക്കാൻ പറ്റുന്നത് അല്ലല്ലോ. ജയൻ ഓർക്കുമ്പോൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ഈ രംഗം പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഹരിഹരൻ പറയുന്നത്. ഒരാസൂത്രണവുമില്ലാതെ ഒരു ദിവസം രാവിലെ യാദൃച്ഛികമായി തോന്നിയ ഒരു ചിന്ത എന്നാണ് ഹരിഹരൻ വെള്ളി നക്ഷത്രത്തിൽ പല്ലിശ്ശേരിയുമായി നടത്തിയ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിത്രീകരണത്തിനിടെ ഒരു ദിവസം രാവിലെ ഞാനും ക്യാമറമാൻ മല്ലി ഇറാനിയും കൂടി രാവിലെ നടക്കാൻ പോയതാണ്. കൊടൈക്കനാലിൻ്റെ ബംഗ്ലാവിൻ്റെ പുറത്ത് കുതിരപ്പന്തിയിൽ, അതായത് സിനിമയിൽ ഉള്ള കുതിരപ്പന്തിയൊക്കെ ഉണ്ടല്ലോ, അതിന് പകരം ഒറിജിനൽ കുതിരപ്പന്തിയിൽ ഒറിജിനൽ കുതിരക്കാരൻ ഇങ്ങനെ കുതിരയെ മസാജ് ചെയ്യുന്നത് അപ്പം കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ജയനെ വെച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന്. അപ്പോൾ മല്ലി ഇറാനി അത് കേട്ട് ഉടനെ തന്നെ പറഞ്ഞു, ജയനെ വെച്ച് ചെയ്യണം, ജയനെ വിളിക്ക്, പെട്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം. വെറുതെ ജയനെ കാണിക്കാൻ പറ്റില്ല, കഥയിൽ ഒരു സന്ദർഭത്തോടു കൂടി കാണിക്കണമല്ലോ, വെറുതെ ഇങ്ങനെ നിർത്തി കാണിച്ചിട്ട് കാര്യമില്ല. ഈ കുതിരക്കാരൻ ചെയ്യുന്നതിനെ കുറച്ച് സിനിമയോട് ലയിപ്പിച്ച് വേണം കാണിക്കാൻ. അത് ഹരിഹരൻ ആലോചിച്ചപ്പോൾ ഷീലയെ കൂടി ആ രംഗത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഷീലയെ വിളിച്ച് മേക്കപ്പ് ഇടാൻ പറഞ്ഞു. ടെറസിൻ്റെ മുകളിൽ നിന്ന് ജയൻ ഇത് ചെയ്യുമ്പോൾ നോക്കുന്നതായിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റിൽ അത് ഉൾപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബലം കിട്ടുന്ന ഒരു രംഗമായി അതിനെ മാറ്റാൻ കഴിയും. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് അതിൻ്റെ ബേസിൽ ഉണ്ടാക്കുന്നതാണ് സിനിമ. അതിൽ പക്ഷേ സംവിധായകൻ എന്ന നിലയിൽ നമുക്കുള്ള കൂട്ടിച്ചേർക്കൽ ഉണ്ടാകും എന്നാണ് ഹരിഹരൻ്റെ കാഴ്ചപ്പാട്. അത് സിനിമയെ കാര്യമായി വളർത്തും. അത്തരം രംഗങ്ങളിൽ ഒന്നാണ് യാദൃച്ഛികമായി വന്ന ജയൻ്റെ കുതിര മസാജിങ്. ഇതാണ് ഹരിഹരൻ പറഞ്ഞ കാര്യം. യഥാർത്ഥത്തിൽ ജയൻ്റെ ആക്ഷൻ ഹീറോ എന്ന നിലയിലുള്ള വളർച്ചയിൽ ആ രംഗവും നായകൻ എന്ന നിലയിലുള്ള മുന്നോട്ടുപോക്കിൽ ശരപഞ്ചരം എന്ന സിനിമയും നിർണായക ഘടകമായി. ശരപഞ്ചരത്തോടെ ജയൻ സൂപ്പർ താരമായി വളർന്നു, നായക നിരയിൽ അനിഷേധ്യനായി. ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിലെ ആദ്യം മധുവിനെ ആണ് ഉദ്ദേശിച്ചത്, മധുവിനെ കാസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എന്നാണ് മറ്റൊരു കാര്യം ഹരിഹരൻ പറയുന്നത്. ശരപഞ്ചരം മലയാറ്റൂർ രാമകൃഷ്ണൻ ഹരിഹരനോട് പറഞ്ഞ ഒരു കഥാബീജാണ്. ഹരിഹരൻ ഒരു സിനിമ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പം മലയാറ്റൂരിനോടാണ് സംസാരിച്ചത്. മലയാറ്റൂർ അന്ന് ഈ സിനിമയുടെ തിരക്കും ഒപ്പം ശാരീരിക അസ്വസ്ഥതയും ഒക്കെ കൂടി പെട്ടെന്ന് ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹരിഹരനോട് അദ്ദേഹം ഒരു തീം പറയുകയാണ്. അദ്ദേഹം ഒരു എസ്റ്റേറ്റ് ഓണർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവിടെ ഹാർട്ട് പേഷ്യൻ്റായ എസ്റ്റേറ്റ് ഓണർക്ക് സഹായമായി ഒരു പുതിയ മാനേജർ വരുന്നു. മാനേജറും ഭാര്യയും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടാകുന്നു. ആ കഥാബീജമാണ് മലയാറ്റൂർ പറഞ്ഞത്. അത് ഹരിഹരൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തി സിനിമയ്ക്ക് വേണ്ടിയുള്ള നിലയിലേക്ക് ഒരുക്കി. കുതിരക്കാരനും മറ്റു ചില കഥാപാത്രങ്ങളൊക്കെ വന്നു, എസ്റ്റേറ്റ് മാനേജർ എന്നൊക്കെ മാറി. കഥയിലെ മാറ്റങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലയിലേക്ക് മാറ്റി. അങ്ങനെ അന്നത്തെ പ്രശസ്തനായ തിരക്കഥാകൃത്ത് KT ഹരിഹരനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം തിരക്കഥ എഴുതി. KT ഹരിഹരൻ്റെ തിരക്കഥയുമായി സംവിധായകൻ ഹരിഹരൻ പടമെടുക്കാൻ റെഡി. അങ്ങനെയാണ് നായകൻ്റെ കാര്യത്തിൽ ആലോചനയിലെത്തിയത്. അത് മധുവിലേക്കാണ് എത്തിയത്. എന്നാൽ മധുവിനെ കുറിച്ച് ഉള്ള ആലോചന എങ്ങനെ മാറി എന്ന് പെല്ലിശ്ശേരിയോട് ഹരിഹരൻ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ആദ്യം മധുവിനെയാണ് ആലോചിച്ചത്. എന്നാൽ മധുവിൻ്റെ ഡേറ്റ് ഒരുപാട് ഡിലേ വന്നു. അദ്ദേഹം തിരക്കുള്ള നായകനാണ് അന്നേരം. ആ കാലത്ത് ജയൻ എൻ്റെ അടുത്ത് വന്ന് നിരന്തരമായി പറയുമായിരുന്നു, ഒരു ലിഫ്റ്റ് വേണം, നല്ലൊരു കഥാപാത്രം വേണം, സിനിമയിലൊരു മാറ്റം വേണം എന്നൊക്കെ. അപ്പോൾ ആലോചിച്ചു, ജയനാകുമ്പം ഈ കഥാപാത്രം തന്നെ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ഉയരും. അങ്ങനെ ജയനെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജയനെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ആ കഥയിൽ ജയൻ ഒഴിച്ചുകൂടാനാകാത്തൊരു നടനായി, കാസ്റ്റിംഗായി മാറുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം മധുവിനെ ഇടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അത് മാനേജർ എന്നുള്ളതില്ല. ഇപ്പം മധുവിൻ്റെ ഡേറ്റിന് ഒരുപാട് ഡിലേ വന്നു. അപ്പോൾ ആ കാലത്ത് ജയൻ എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ എനിക്കൊരു ഒരു ലിഫ്റ്റ് വേണം, ഒരു പുഷിങ് വേണം എന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ആലോചിച്ചു. അങ്ങനെയാണ് ഈ ജയനെ അതിൽ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ അത് JP ബാലനോട്, പ്രൊഡ്യൂസറോട്. ഇപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ എതിർത്തു. കാരണം ജയൻ എന്ന ഈ വില്ലൻ റോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന
കാലഘട്ടമാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, കുതിരക്കാരൻ, അതിന് ജയൻ കറക്റ്റാണ്. ജയൻ അന്ന് വില്ലൻ റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ജയൻ വില്ലനായി ശീലമുണ്ട്, എന്നാൽ ഇതിൽ പ്രതിനായകൻ, മുഴുനീള നായകൻ, ആൻറ്റി ഹീറോ എന്നൊക്കെ പറയുന്ന പോലത്തെ നായകൻ ആണല്ലോ. അപ്പോൾ എല്ലാം കൂടി ചേരുന്ന ഒരാളായി മാറും. ജയൻ്റെ ശരീരം മലയാളിക്ക് ശീലമില്ലാത്ത ഒരു പുതിയ അനുഭവമായി മാറ്റാൻ കെൽപ്പുള്ളൊരു ശരീരവും കൂടിയാണ്. അങ്ങനെ കുതിരക്കാരനായി ജയന് പരിശീലനം കൊടുത്തു. മലയാള സിനിമ കണ്ട ഏറ്റവും കനപ്പെട്ട പ്രതിനായകരിൽ ഒരാൾ ചന്ദ്രശേഖരൻ അങ്ങനെ പിറന്നു. ശരപഞ്ചരം ഉണ്ടായി. ശരിക്കും ശരപഞ്ചരത്തെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിലൊന്ന് ജയനെ നായകനാക്കാൻ തീരുമാനിച്ചപ്പോൾ നിർമ്മാതാക്കൾ പിൻവാങ്ങിയ കഥയാണ്. ടി.കെ. കൃഷ്ണകുമാറിൻ്റെ ജയൻ അഭ്രലോകത്തിലെ ഇതിഹാസ നായകൻ എന്ന പുസ്തകത്തിൽ ജയൻ്റെ ജീവചരിത്രത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ചിത്രീകരണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ജയനെ നായകനാക്കുന്നത് എന്ന് അറിഞ്ഞ വിതരണക്കാർ, അതായത് ഏഞ്ചൽ ഫിലിംസ് തടസ്സം പറഞ്ഞു. പ്രേം നസീറോ മധുവോ ഒക്കെ ആണെങ്കിൽ റിലീസ് ഏറ്റെടുക്കാൻ തയ്യാറുള്ളൂ എന്ന് അതിൻ്റെ ഉടമ ജോർജ് ശടിച്ചു. അത് ഹരിഹരനോട് പറഞ്ഞു. കാരണം കച്ചവടം നടക്കണമല്ലോ. വിതരണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതിലത്തെ കഥാപാത്രത്തിനുള്ള വിൽപ്പന മൂല്യം കൂടിയുണ്ട്. ജയനാണെങ്കിൽ സിനിമ സാമ്പത്തിക നഷ്ടമാകും എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഹരിഹരൻ ജയനെ മാറ്റാൻ തയ്യാറായില്ല. മറ്റൊരു നടനും ചന്ദ്രശേഖരൻ അവതരിപ്പിച്ചാൽ ശരിയാകില്ല എന്ന നിലപാടിലേക്ക് ഹരിഹരൻ അപ്പോഴേക്ക് എത്തി. ഒടുവിൽ ഏഞ്ചൽ ഫിലിംസ് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. എന്നിട്ടും ഹരിഹരൻ ജയനെ മാറ്റിയില്ല. നിർമ്മാതാവ് GP ബാലന് ആശങ്കയായി. ഹരിഹരൻ ധൈര്യം കൊടുത്തു. വിതരണക്കാർ വരും, നമുക്ക് ചിത്രീകരണം തുടങ്ങാം, ഇത് ചെയ്തു കഴിയുമ്പോൾ ഗംഭീര സിനിമയാവും, ജയനല്ലാതെ മറ്റാരും ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞു. സിനിമ പൂർത്തിയായാൽ വിതരണക്കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായി. ഒടുവിൽ സിനിമ ഗംഭീരമായി മുന്നോട്ട് പോയപ്പോൾ, ഷൂട്ടിങ്ങൊക്കെ മുന്നോട്ട് പോയപ്പോൾ വിതരണക്കാർക്കും ആശങ്ക മാറി. എന്നാൽ പിന്നെയും പ്രശ്നങ്ങൾ വന്നു. സിനിമയുടെ ക്ലൈമാക്സ് ആണ് അടുത്ത വില്ലനായത്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. രക്ഷകനായി എത്തുന്നയാളെയും ചന്ദ്രശേഖരൻ വധിക്കുമല്ലോ, അതോടെ സിനിമ പരാജയപ്പെടും, ക്ലൈമാക്സ് മാറ്റണം എന്ന അഭിപ്രായം വന്നു. എന്നാൽ ഹരിഹരൻ അതിലും ഉറച്ചു നിന്നു. ഈ ചിത്രത്തിൻ്റെ വിജയ കാരണം ഈ ക്ലൈമാക്സ് ആയിരിക്കുമെന്ന് ഹരിഹരൻ ഉറപ്പിച്ചു പറഞ്ഞു. അവിടെയും ഹരിഹരൻ ഉറച്ച നിലപാടെടുത്തു. ആ നിലപാടിന് ഒരു അടിസ്ഥാന കാരണം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു സ്ത്രീയാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ തൻ്റെ സ്ഥാനം സ്ഥാപിച്ചെടുക്കുന്നത്, അയാളുടെ എല്ലാ പ്രതികാരങ്ങളും വീട്ടുന്നത്. ഒടുക്കം സിനിമ പൂർത്തിയായി കണ്ടതോടെ ഏഞ്ചൽ ഫിലിംസ് അവരുടെ ആ തീരുമാനവും മാറ്റി. വിതരണത്തിനെടുക്കാൻ തയ്യാറാണ്, ഇത് വമ്പൻ സിനിമയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. നായകനും പ്രതിനായകനും എല്ലാം ഒരാളിൽ സന്ധിച്ചത് ചന്ദ്രശേഖരനായി വളർന്നു. അവിടെ ഷീലയുടെ നായിക അതിനുമേലെ കസേരയിട്ടിരുന്നു. അയാളുടെ ജീവിതാവസാനം നായികയാൽ സംഭവിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് അവിടെ ജയൻ അവതരിപ്പിച്ച ചന്ദ്രശേഖരൻ തന്നെ പിറന്നു. ജയന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഹരിഹരൻ സ്റ്റാർ മേക്കറായി. തൻ്റെ ഗംഭീര സിനിമകളിൽ ഒന്നായി ശരപഞ്ചരത്തെ ഹരിഹരൻ മാറ്റി. അന്നും ഇന്നും മറക്കാത്ത കഥാപാത്രമായി ചന്ദ്രശേഖരൻ. ഒപ്പം ഈ കുതിര മസാജിങ്ങും. മറ്റൊരു സിനിമാ കഥയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ബാൽക്കണി NH തുടരുക. നന്ദി, നമസ്കാരം.